രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് നമ്മൾ കിച്ചണിൽ ചിലവാക്കുന്നത്. രാവിലത്തെ ഉണ്ടാക്കണം, കുട്ടികളെ വിടണം, ഉച്ചയ്ക്കത്തെ ഉണ്ടാക്കണം, വൈകിട്ടത്തെ ഉണ്ടാക്കണം, വൈകുന്നേരത്തെ ഉണ്ടാക്കണം. ആദ്യമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ഒക്കെ ആയിരുന്നെങ്കിലും ഇപ്പം കുറച്ച് മടുപ്പാകാൻ തുടങ്ങി. അങ്ങനെ മടുപ്പാകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അടുക്കളപ്പണി എളുപ്പമാക്കാനുള്ള ഒരു സൊല്യൂഷൻ അങ്ങ് കണ്ടുപിടിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഐബെലിന് മീറ്റ് ചോപ്പറാണ്. മീറ്റ് ചോപ്പർ എന്ന് പറഞ്ഞാലും ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗ്ലാസിൻ്റെ നല്ലൊരു ബൗളാണ് ഇതിന് വരുന്നത്. ആ ബൗള് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷർ വരുന്നുണ്ട്. ഇത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനും നേരത്തെ കാണിച്ചത് ഗാർലിക് പീൽ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബ്ലേഡ് എടുത്ത് പ്രത്യേകം പറയേണ്ട ഒരു ഐറ്റമാണ്. SS ബ്ലേഡാണ് കേട്ടോ. നല്ല ഷാർപ്പ് എൻഡിങ്ങോട് കൂടിയിട്ടുള്ള നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. ശരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കഴുകാൻ നേരമൊക്കെ. അപ്പോൾ ഇത് ആദ്യം ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് കാണിക്കാം. നല്ല കട്ടിയുള്ള നട്ട്സുകളാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതാണല്ലോ നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഒരു പണി. അപ്പോൾ ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും കൂടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അത് ഞാൻ സവോള ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. 1-2 സെക്കൻഡ് പോലും എടുത്തില്ല കേട്ടോ സവോള ചോപ്പാകാനായിട്ട്. പിന്നെ ഇതാ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് ചോപ്പായി കിട്ടി. പിന്നെ ബീട്രൂട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാവേ. ഞാൻ 1/4 മണിക്കൂർ കൊണ്ട് അരിഞ്ഞെടുക്കുന്ന പച്ചക്കറിയാണ്. 1-2 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ചോപ്പായി കിട്ടിയത്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തു. ഇനി പെട്ടെന്ന് അങ്ങ് അടുപ്പിലേക്ക് ഇട്ടാൽ നമുക്ക് ആ തോരൻ്റെ പണി അങ്ങ് കഴിഞ്ഞു. ഇനി അച്ചാർ വെക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി പീൽ ചെയ്യുന്ന ആ ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ വെളുത്തുള്ളിയുടെ തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പോയി കിട്ടുവേ. ഇനി ഒന്ന് വെള്ളം ഒഴിച്ചെടുത്താൽ അതിൻ്റെ തൊലി മാറി നമുക്കിതാ ആ ഒരു വെളുത്തുള്ളി മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. എന്ത് എളുപ്പമായല്ലേ പണി. ഇനിയിപ്പോൾ മുട്ടയൊക്കെ നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കണമെങ്കിലും ഇതുപോലെ ആ മുട്ട വിസ്ക് ചെയ്യുന്ന സാധനം വെച്ചിട്ട് വിസ്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീറ്റ് ഐറ്റംസ് ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഇട്ട് കൊടുത്തത്. ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ചോപ്പായി കിട്ടി കേട്ടോ. അത്രയ്ക്ക് മൂർച്ചയാണ് ഈ ബ്ലേഡിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോപ്പർ വേണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരാം കേട്ടോ.